നമ്മളിൽ ചിലരെങ്കിലും, പ്രത്യേകിച്ച് കുട്ടികൾ, നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴോ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന ASMR വീഡിയോസ്, ബൾക്കായിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസ്, ഇതെല്ലാം നിരന്തരം കാണുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. കുട്ടികൾ നിരന്തരമായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ പേരൻസോ നമ്മളെ കൂടെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ചിന്തിക്കുക എന്താ, ഇത് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് അല്ലേ, മറ്റ് ഗെയിമോ വീഡിയോസ് ഒന്നുമല്ല, ഇതത്ര പ്രശ്നം ഉണ്ടാക്കുന്നതല്ലല്ലോ എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. ഇത് നിരന്തരമായി കാണുന്നതിലൂടെ ഭാവിയിൽ അത് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പ്രശ്നങ്ങളിലേക്കും നയിക്കും. ഞങ്ങൾ തന്നെ ഇതിനു മുന്നേ ADHDയും ഈറ്റിംഗ് ഡിസോർഡേഴ്സും എന്നുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അങ്ങനെയല്ല. ADHD പോലുള്ള മറ്റ് അണ്ടർലൈങ് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിരന്തരമായി ഉപയോഗിക്കുന്നതിലൂടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് മാറാൻ കാരണമാകുന്നു. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ഫുഡിൻ്റെ സെലക്ഷൻ തന്നെ മാറും. നമുക്ക് പരിചയമില്ലാത്ത ഫുഡുകൾ, അതും കളർഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരാണെങ്കിൽ പോലും അതിലേക്ക് അട്രാക്റ്റഡ് ആയി പോകുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല.